ഹലോ കൂട്ടുകാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്കൗണ്ടിങ്ങിലെ ബേസിക് ടേംസ് ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അസറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് ടേമാണ്. എനിത്തിങ് ഓൺഡ് ബൈ ദ ബിസിനസ് ദാറ്റ് ഹാസ് വാല്യൂ ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ടു ഏൺ മണി. ബിസിനസ്സിൻ്റെ സ്വന്തമായിട്ടുള്ള എന്തിനേയും അതിന് ഒരു വാല്യൂ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അതുപയോഗിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാനും സാധിക്കണം. അങ്ങനെയുള്ള എല്ലാത്തിനെയും നമുക്ക് അസറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിങ് ടേമിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ബിസിനസ് നടത്താനായി ഒരു ലാൻഡും ബിൽഡിങ്ങും വാങ്ങിച്ചു. ഇത് ബിസിനസിൻ്റെ പേരിലുള്ള ബിസിനസിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇതിനെ അസറ്റ് എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ മറ്റൊന്നാണ്, നമ്മൾ ബിസിനസിൻ്റെ ആവശ്യത്തിന് ഒരു വെഹിക്കിള് വാങ്ങുന്നു. വെഹിക്കിൾ നമ്മൾ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടും വാങ്ങാം. ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് നമ്മൾ വെഹിക്കിൾ വാങ്ങുന്നതെങ്കിൽ ആ വെഹിക്കിള് ബിസിനസിൻ്റെ ആവശ്യത്തിന് ബിസിനസിൻ്റെ പേരിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ വെഹിക്കിളിനെയും അസറ്റ് എന്ന് പറയുന്ന ടേമിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ ബാങ്ക് ലോൺ വഴിയാണ് നമ്മൾ എടുത്തേക്കുന്നത് അല്ലേ. അപ്പോൾ ബാങ്ക് ലോണിനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ബാങ്ക് ലോൺ എന്ന് പറയുന്ന ഒരു ലയബിലിറ്റിയാണ്. അപ്പോൾ വെഹിക്കിള് ബാങ്ക് ലോൺ വഴി എടുത്താൽ വെഹിക്കിളിനെ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യും, അതുപോലെ തന്നെ ബാങ്ക് ലോണിനെ ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ലയബിലിറ്റി പോലെ തന്നെ നമ്മൾ അസറ്റിനെയും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റാണ്, രണ്ടാമത് നോൺ കറണ്ട് അസറ്റാണ്, മൂന്നാമത് ടാഞ്ചിബിൾ അസറ്റാണ്, നാലാമത് ഇൻടാഞ്ചിബിൾ അസറ്റാണ്. നമുക്കിനി ഓരോന്നായി നോക്കാം. കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള അസറ്റിനെ ഒരു വർഷത്തിനുള്ളിൽ അതിനെ വിറ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ഫോമായ ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ കറണ്ട് അസറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇനി നോൺ കറണ്ട് അസറ്റ്, ഒരു വർഷത്തിന് ശേഷം മാത്രമേ നമുക്കത് വിറ്റ് കാശാക്കാൻ ലിക്വിഡ് മണിയായിട്ട് മാറ്റാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നു. ഇനി മൂന്നാമത് ടാഞ്ചിബിൾ അസറ്റാണ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അസറ്റുകളെ കാണാനും നമുക്ക് തൊട്ട് അറിയാനും സാധിക്കുകയാണെങ്കിൽ അത്തരം അസറ്റുകളെ ടാഞ്ചിബിൾ അസറ്റ് എന്നാണ് പറയുന്നത്. ഇത് ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നത് ടാഞ്ചിബിളിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് കാണാനോ തൊടാനോ സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് വിൽ, ട്രേഡ് മാർക്ക്, പേറ്റന്റ്, ഇതൊക്കെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഇതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്, പക്ഷെ നമുക്കിതിനെയൊന്നും കാണാനോ തൊടാനോ പറ്റുന്നതല്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും